നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 3 കിടിലൻ അവസരങ്ങൾ. ഒന്ന്, എയർപോർട്ട് ജോലിയാണ്. മിനിമം +2 എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും അവസരങ്ങളുണ്ട്. എന്നാൽ ചില സർട്ടിഫിക്കേഷനുകൾ നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബാങ്ക്സ് എന്നോ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നൊക്കെ വിളിക്കാവുന്ന റിസർവ് ബാങ്ക് RBIയിൽ മിനിമം ഡിഗ്രി എങ്കിലും ഉള്ളവർക്കുള്ള 950 അവസരങ്ങളെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഒരു ലോകോത്തര IT കമ്പനിയായ ആക്സെഞ്ചർ വിവിധ വിഷയങ്ങളിൽ ഡിഗ്രിയും PGയും ഒക്കെ ഉള്ളവരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ബൾക്ക് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ഈ 3 സുന്ദരൻ തൊഴിൽ അവസരങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ അവസരങ്ങൾക്കായിട്ട് jobsbridge.com എന്ന ഞങ്ങളുടെ സൈറ്റ് സന്ദർശിക്കാം. അതല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് അല്ലെങ്കിൽ ടെലഗ്രാം ജോബ്സ് ഗ്രൂപ്പിലൂടെ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. മൂന്ന് കിടിലൻ തൊഴിൽ അവസരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ കൊമേഴ്സ് മേഖലയിൽ നിന്നുള്ളവർക്ക്, പ്രത്യേകിച്ച് BCom, MCom അല്ലെങ്കിൽ MBA, BBAക്കാർക്കുള്ള ഒരു നല്ല കരിയർ അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. എനിക്ക് നേരിട്ട് പരിചയമുള്ള എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രോഹബ് ലേണിംഗ് എന്ന് പറഞ്ഞ സ്ഥാപനം ഈ മേഖലയിലെ ജോലികൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഡിപ്ലോമ അക്കൗണ്ടന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു കോഴ്സ് സംഘടിപ്പിക്കുന്നുണ്ട്. അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ്, അതല്ലെങ്കിൽ GST, ടാലി, TDS, അതേപോലെ UAE ജോലികൾക്കൊക്കെ വേണ്ടിയിട്ട് UAE VAT, Excel, ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കോംപ്രിഹെൻസീവായി പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണിത്. ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റികളാണ് ക്ലാസ്സുകൾ നയിക്കുന്നത്. അതിലുപരി ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി മികച്ച പ്ലേസ്മെന്റ് ലഭ്യമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് താല്പര്യപ്പെടുന്നവർ പ്രോഹബുമായി ബന്ധപ്പെടാം. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീം നിങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. ആദ്യം ഞാൻ ഒരു ലോകോത്തര IT കമ്പനിയായ ആക്സെഞ്ചറിലെ ചില അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. അറിയുക, ആക്സെഞ്ചർ എന്നുള്ളത് അയർലൻഡിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ലോകോത്തര IT കമ്പനിയാണ്. അവരുടെ ഇന്ത്യൻ ഡിവിഷന് വേണ്ടിയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. 2 തസ്തികകളിലേക്കാണ് ഇവർ റിക്രൂട്ട് ചെയ്യുന്നത്. മിക്കവാറും എല്ലാ ഡിഗ്രി PGക്കാർക്കും അവസരങ്ങളുണ്ട്. ആദ്യത്തെ തസ്തിക സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ സർവീസ് അസോസിയേറ്റ് എന്നുള്ളതാണ്. ഇതിലേക്ക് MCM, MSc, MA, MCom, അതേപോലെ MFA, BSc, BCA, BBA, BA, BCom, BBA, BVOC, BMS, ഇതൊന്നും കൂടാതെ അതർ ഗ്രാജുവേറ്റ്സ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പം മിക്കവാറും എല്ലാ ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ PG കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. ഓൾ സ്ട്രീംസ് ആൻഡ് ബ്രാഞ്ചസ്, എല്ലാ മേഖലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 2019, 20, 21 ഡിഗ്രിയോ PGയോ കഴിഞ്ഞവർക്കാണ് അവസരം. അവർക്ക് ഫുൾ ടൈം ആയിരിക്കണം നിങ്ങളുടെ എഡ്യൂക്കേഷൻ എന്ന് ഇവരെ സൂചിപ്പിക്കുന്നുണ്ട്. പാർട്ട് ടൈം ആയിട്ട് കഴിഞ്ഞവർ അപേക്ഷിക്കേണ്ടതില്ല. ബാക്ക്ലോഗ്സ് ഉള്ളവരും അപേക്ഷിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഈ ആക്സെഞ്ചറിന്റെ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്തവരെ അപേക്ഷിക്കേണ്ടതില്ല എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അറിയുക, ആക്സെഞ്ചറിലെ മികച്ച പേ പാക്കേജ് നമുക്ക് ലഭ്യമാകും. ഇവരെ 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഏത് വർക്ക് ലൊക്കേഷനിലും വർക്ക് ചെയ്യാൻ തയ്യാറാകണം, ഇവരുടെ ഏത് ബിസിനസ് യൂണിറ്റിലും വർക്ക് ചെയ്യാൻ തയ്യാറാകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വർക്കിന്റെ ഒരു നേച്ചറൊക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. അപ്പം അടുത്ത ആക്സെഞ്ചറിന്റെ അവസരം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ആക്സെഞ്ചറിലെ 2ാമത്തെ അവസരം അസോസിയേറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ASE അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് അസോസിയേറ്റ് എന്നുള്ളതാണ്. ഇതിന് BE, BTech, ME, MTech, MCA അല്ലെങ്കിൽ MSCക്കാർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. എല്ലാ ബ്രാഞ്ച്, എല്ലാ സ്ട്രീമിൽ കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. എന്നാൽ MSc മാത്രം കമ്പ്യൂട്ടർ സയൻസോ ITയോ കഴിഞ്ഞവർ അപേക്ഷിച്ചാൽ മതിയാകും. ഇവിടെയും 2019, 20, 21 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കാണ് അവസരം. ബാക്ക്ലോഗ്സ് കാണല് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഒരു 1 ഇയർ ഗ്യാപ്പ് എഡ്യൂക്കേഷനിൽ മാക്സിമം അലൗഡ് ആണ്. 11 മന്ത്സിൽ മോളിൽ എക്സ്പീരിയൻസ് കാണല് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ജോലി എന്ന് പറഞ്ഞാൽ ഡിസൈൻ, ബിൽഡ്, ടെസ്റ്റ്, അസംബിൾ ആൻഡ് കോൺഫിഗർ ആപ്ലിക്കേഷൻസ്. അതായത് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഒക്കെ ഡിസൈൻ ചെയ്യുക,
ഡെവലപ്പ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, അസംബിൾ ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും. ഇത് കുറേ കൂടി ഒരു IT ജോബാണ്. ഇതിനു മുമ്പ് സൂചിപ്പിച്ച ജോബ് അത്ര കണ്ട് IT അല്ല, IT എനേബിൾഡ് സർവീസസ് ആയിരിക്കും ആദ്യം കണ്ട ജോബ്. ഇവിടെ കുറേ കൂടെ IT-യുമായി ബന്ധപ്പെട്ടവർക്കായിരിക്കും അവസരം എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ആക്സെഞ്ചറിലെ 2 റിക്രൂട്ട്മെന്റ് ആണ് ഞാൻ സൂചിപ്പിച്ചത്. മിക്കവാറും എല്ലാ ഡിഗ്രി PGക്കാർക്കും അപേക്ഷിക്കാവുന്ന അവസരങ്ങൾ. മാർക്ക് ക്രൈറ്റീരിയ ഒന്നും ഇവരെ സൂചിപ്പിച്ചിട്ടില്ല. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ jobsbridge.com എന്ന ഞങ്ങളുടെ സൈറ്റിൽ പോകാം. അവിടെ പോയിട്ട് ആക്സെഞ്ചർ എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെ പ്രതിപാദിക്കുന്നത് പോലെ ഓൺലൈനായി തന്നെ അപേക്ഷിക്കുക. ഓർക്കുക, ആക്സെഞ്ചറിന്റെ HR ടീം ലാസ്റ്റ് ഡേറ്റ് എന്തായിരിക്കുമെന്ന് എന്നെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മുറയ്ക്ക് ഇതിന്റെ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് ട്രൈ ചെയ്യുക. ആ ലിങ്ക് ആക്ടിവേറ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി ഞാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാങ്ക് ഓഫ് ബാങ്ക്സ് ആണ്, അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഈ RBIയിലെ ഒരു ജോലി പലരുടെയും വലിയ സ്വപ്നമാണ്. RBI ഇപ്പം അസിസ്റ്റൻസിന്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. 950 വേക്കൻസികളാണ് ഇന്ത്യയിൽ ആകമാനമുള്ളത്. തിരുവനന്തപുരത്തും കൊച്ചിയിലൂടെയും മാത്രം 54 അവസരങ്ങളുണ്ട് എന്നാണ് നോട്ടിഫിക്കേഷനിൽ കാണിക്കുന്നത്. ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി ഏകദേശം 45,000 രൂപയായിരിക്കും. ഫെബ്രുവരി 1-ാം തീയതി പ്രകാരം 20 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഓർക്കുക, ഈ SC ST അല്ലെങ്കിൽ OBC അല്ലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അംഗവൈകല്യം ഉള്ളവർക്കൊക്കെ ഏജിൽ റിലാക്സേഷൻ ഉണ്ട്. അതിനൊക്കെ നോട്ടിഫിക്കേഷനിൽ പോയിട്ട് അത് എത്രയാണെന്ന് മനസ്സിലാക്കുക. ആർക്കായിരിക്കും ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയുക? ഒരു ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. മിനിമം 50% മാർക്കോടെ ഡിഗ്രി നേടിയിരിക്കണം. അതേപോലെ നിങ്ങൾ ഏത് സംസ്ഥാനത്തേക്കാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഇപ്പൊ കേരളത്തിൽ അപേക്ഷിക്കുന്നവരാണെങ്കിൽ മലയാളം നന്നായിട്ട് അറിയണം. അത് റീഡ്, റൈറ്റ്, സ്പീക്ക്, അണ്ടർസ്റ്റാൻഡ്, ഈ 4 കാര്യങ്ങളും ചെയ്യുവാനായിട്ട് അറിയണം. മറ്റേ സ്റ്റേറ്റിലേക്കാണെങ്കിൽ ആ സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇതിന്റെ സെലക്ഷൻ നടക്കുക? 3 റൗണ്ടുകളായിരിക്കും സെലക്ഷനിലുള്ളത്. അതൊരു പ്രിലിമിനറി ടെസ്റ്റ് ആണ്. അത് ഓൺലൈൻ ആണ്. അത് ടെൻറ്റേറ്റീവായിട്ട് ഏകദേശം ഇപ്പോൾ വെച്ചിരിക്കുന്ന മാർച്ച് 26, 27 തീയതികളിലാണ്. ഒരു 1.5 മാസത്തോളം സമയമുണ്ട്. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഓൺലൈനായി തന്നെ മെയിൻ ടെസ്റ്റ് നടക്കും. അത് മെയ് മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിലും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് നടക്കും. അതായത് നമ്മൾ കേരളത്തിലേക്ക് അപ്ലൈ ചെയ്താൽ നമ്മുടെ മലയാളം പ്രൊഫഷ്യൻസി ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റ്. അത് അത്ര ടഫ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ ക്ലിയർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അവർക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് 450 രൂപ ഫീസ് ഉണ്ട്. എന്നാൽ എക്സ് സർവീസ്മാന്, അതേപോലെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അംഗവൈകല്യമുള്ളവർ, SC ST കാൻഡിഡേറ്റ്സിനൊക്കെ 50 രൂപ ഫീസ് പേ ചെയ്താൽ മതിയാകും. കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും 2-3 ജില്ല ഒഴിച്ച് മിക്കവാറും എല്ലാ ജില്ലകളിലും എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ട്. ഇനി എങ്ങനെയായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുമോ? അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ പ്രിലിമിനറി ടെസ്റ്റ് എങ്ങനെയായിരിക്കും എന്നൊന്ന് സൂചിപ്പിക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പ്രിലിമിനറി ടെസ്റ്റ് സാധാരണഗതിയിൽ നടക്കുന്ന എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പോലെയും ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെ വെർബൽ എബിലിറ്റി എന്ന് ചിലർ വിളിക്കാറുണ്ട്. അതേപോലെ ന്യൂമറിക്കൽ എബിലിറ്റി, കണക്കിലെ നമ്മുടെ ഒരു സ്കില്ല്, അതേപോലെ റീസണിങ് എബിലിറ്റി, ഈ 3 മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൂടാതെ ഈ മെയിൻ എക്സാമിനേഷന് വേണ്ടിയിട്ട് ഈ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടാതെ ജനറൽ അവയർനെസ്, ജനറൽ നോളജ്, അതേപോലെ കമ്പ്യൂട്ടർ നോളജ്, ആ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളോട് പ്രതീക്ഷിക്കാം. ഓർക്കുക, ഇതേപോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഒക്കെ മിക്കവാറും എല്ലാം ഒരു സെയിം പാറ്റേൺ ആയിരിക്കും. അപ്പൊ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുവാൻ സഹായകരമായ ഒരു ക്ലാസ് എൻ്റെ നേതൃത്വത്തിലുള്ള ബ്രിജേഷ് അക്കാഡമി 19-ാം തീയതി ശനിയാഴ്ച മുതൽ നടത്തുന്നുണ്ട്. ഒരു 199 രൂപയാണ് അതിൻ്റെ ഫീസ്. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പർ ആവുകയാണെങ്കിൽ ആ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. 199 രൂപയുടെ ആ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ 200 രൂപ തിരികെ തരും എന്ന മണി ബാക്ക് ഗ്യാരണ്ടിയും ഞങ്ങൾ നൽകുന്നുണ്ട്. ഓർക്കുക, ഇതേപോലെയുള്ള ഈ ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ് മാത്രമല്ല, ഇന്റർവ്യൂ സ്കിൽസ് അല്ലെങ്കിൽ മികച്ച ബയോഡാറ്റ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ ആ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും ഈ RBIയുടെ വേക്കൻസിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓൺലൈനായിട്ടായിരിക്കും ഇതിന് അപേക്ഷിക്കേണ്ടത്. RBIയുടെ സൈറ്റിൽ പോയിട്ട് അപേക്ഷിക്കണം. അപ്പൊ അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഇവരുടെ നോട്ടിഫിക്കേഷൻ ഒന്ന് മനസ്സിരുത്തി വായിച്ച്
എലിജിബിലിറ്റി ഉറപ്പാക്കിയതിനു ശേഷം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഫോട്ടോ പോലെയുള്ള ചില ഡോക്യുമെന്റ്സും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ഓർക്കുക, ഇതിനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 8-ാം തീയതിയാണ് എന്നുള്ള കാര്യം. മാർച്ച് 8. മറ്റ് ചില ഡേറ്റുകളൊക്കെ ചിലയിടത്ത് കാണുകയുണ്ടായി. എന്നാൽ അവരുടെ നോട്ടിഫിക്കേഷനിൽ കാണുന്ന അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 8 ആണ് എന്നുള്ള കാര്യം അറിയുക. എയർപോർട്ടിലെ അവസരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് മറ്റൊരു കരിയർ അവസരം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മത്സര പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ? പ്രത്യേകിച്ച് ഈ SSC അല്ലെങ്കിൽ PSC UPSC പരീക്ഷകൾ, അതല്ലെങ്കിൽ റെയിൽവേ അല്ലെങ്കിൽ ബാങ്ക് എക്സാം, അല്ലെങ്കിൽ UGC നെറ്റ് അല്ലെങ്കിൽ MBA അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാറ്റ് മാറ്റ്, ഇങ്ങനെയുള്ള മത്സര പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അതിന് സഹായകരമായ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമി എന്നുള്ളത്. ഇപ്പോൾ അൺഅക്കാഡമിയിൽ ഒരു കിടിലൻ ഓഫർ ലഭ്യമാണ്. ഇവരുടെ സബ്സ്ക്രിപ്ഷൻ, അതായത് ഇവരുടെ കോഴ്സുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ 20% സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാകും. അത് ഫെബ്രുവരി 19 തീയതി വരെയാണ് ഈ ഓഫർ ഉള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ പോകാം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ BRIJ10 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾ ഈ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും എന്നാണ് ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ കണ്ണൂർ എയർപോർട്ടിലെ 2 തസ്തികകളിലേക്ക് 28 പേരെ റിക്രൂട്ട് ചെയ്യുന്ന വിവരങ്ങളൊന്ന് സൂചിപ്പിക്കാം. ഒന്ന് ഒരു എക്സ്പീരിയൻസ്ഡ് തസ്തികയാണ്. അതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നത്. സൂപ്പർവൈസർ എന്നുള്ളതാണ് തസ്തിക. സൂപ്പർവൈസർ ARFF എന്ന് പറഞ്ഞാൽ എയർപോർട്ട് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് എന്നുള്ളതാണ്. ഇതിലേക്ക് മിനിമം +2 ഉള്ളവർക്ക് അപേക്ഷിക്കാം. എന്നാൽ ചില ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി ആയിട്ട് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഈ BTC ഫ്രം ICAO റെക്കഗ്നൈസ്ഡ് ട്രെയിനിങ് സെന്റർ. ICAO എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. അവര് റെക്കഗ്നൈസ് ചെയ്ത ട്രെയിനിങ് സെന്ററിൽ നിന്ന് BTC പഠിച്ചിരിക്കണം. അതുപോലെ ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് കാണണം. അതുകൂടാതെ ഈ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്യുവാനായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ CPR. നമുക്കറിയാം CPR എന്ന് പറഞ്ഞാൽ ഈ ഹൃദയസ്തംഭനമൊക്കെ കൊടുക്കുമ്പം ഈ ഹൃദയത്തിൻ്റെ കൊട്ടി വായു കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, CPR. നമ്മളുടെ ആ മഹേഷിന്റെ പ്രതികാരത്തിലൊക്കെ CPR കൊടുക്കുന്നത് നമ്മൾ കണ്ടു കാണും. അപ്പൊ ഈ CPR, അതേപോലെ BLS ഉണ്ട്, അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട്. ആ കാര്യങ്ങളിലൊക്കെ ട്രെയിനിങ് കിട്ടിയവരായിരിക്കണം അപേക്ഷിക്കേണ്ടത്. അതേപോലെ 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് കാണണം, പ്രത്യേകിച്ച് എയർപോർട്ട് ഫയർ സർവീസസിൽ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 45 വയസ്സ് താഴെയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ കഴിയുക. 42,200 ആയിരിക്കും ഇതിന്റെ ശമ്പളം. ഇനി ഞാൻ എക്സ്പീരിയൻസ് വേണ്ടാത്ത ഒരു അവസരം കൂടി സൂചിപ്പിക്കാം. കണ്ണൂർ എയർപോർട്ടിലേക്ക് 25 FRO ഗ്രേഡ് 1കാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. FRO എന്ന് പറയുമ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ എന്നുള്ളതാണ്. എന്തായിരിക്കും ക്വാളിഫിക്കേഷൻ? ഇവിടെ ബേസിക് ക്വാളിഫിക്കേഷൻ +2 മതി. എക്സ്പീരിയൻസ് വേണമെന്നില്ല, അല്ലെങ്കിൽ 6 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. എന്നാൽ ഈ ICAOയുടെ, അതായത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ റെക്കഗ്നൈസ് ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് BTC പഠിച്ചിരിക്കണം. അതേപോലെ വാലിഡ് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ CPR, അല്ലെങ്കിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലത്തെ ഈ ബേസിക് ലൈഫ് സപ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഏജ് 40 വയസ്സിൽ താഴെയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. 25,000 മുതൽ 28,000 വരെ ആയിരിക്കും ശമ്പളം. ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ, +2 ഉള്ള ഈ ഒരു സർട്ടിഫിക്കേഷൻ, ഈ ഒരു ട്രെയിനിങ് എടുത്ത, അതേപോലെ ഈ CPR, ബേസിക് ലൈഫ് സപ്പോർട്ട്, ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന അവസരമാണ്. ഓർക്കോ, ഇതൊരു കോൺട്രാക്ട് റിക്രൂട്ട്മെന്റ് ആയിരിക്കും. 3 വർഷമായിരിക്കും ആദ്യം, ഒരുപക്ഷെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടേക്കാം. ഇന്റർവ്യൂവിന്റെ ബേസിസിലായിരിക്കും സെലക്ഷൻ നടക്കുക. എന്നാൽ കൂടുതൽ കാൻഡിഡേറ്റ്സ് വന്നാൽ ടെസ്റ്റിംഗ് കൂടി നടത്തും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 2-ാം തീയതിയാണ് എന്നുള്ള കാര്യം അറിയുക. താല്പര്യമുള്ളവർക്ക് jobsbridge.com എന്ന ഞങ്ങളുടെ സൈറ്റിൽ പോകാം. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിക്കുക. വായിച്ച് എലിജിബിലിറ്റി ഒക്കെ ഉറപ്പാക്കിയതിനു ശേഷം അവിടെ സൂചിപ്പിക്കുന്ന പോലെ ഓൺലൈനായി തന്നെ അപേക്ഷിക്കുക. ഏതായാലും ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ 3 അവസരങ്ങൾ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ അതാത് സ്ഥാപനങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ മാത്രം അപേക്ഷിക്കുക.
ഏതായാലും ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്രദമാണെങ്കിൽ ദയവ് ചെയ്ത് അവർക്കും കൂടി ഷെയർ ചെയ്ത് നൽകുക. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. ഏറ്റവും ശുഭകരമായ ഒരു കരിയർ, ഒരു ഭാവി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.